ഹായ്, റെസ്പെക്ട്. ഈ റെസ്പെക്ട് എന്ന് പറയുന്ന സാധനം അങ്ങനെ ഈസി ആയിട്ടൊന്നും എല്ലാവർക്കും കിട്ടത്തില്ല. ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നുള്ളതാണ് വസ്തുത. ഇപ്പം എന്താ റെസ്പെക്ട് കൊണ്ടുവന്നേന്നല്ലേ? സിമ്പിൾ ഒരു സാധനം. നമ്മുടെ വയനാട് നടക്കുന്ന ടൗൺഷിപ്പിനോട് ബേസ് ചെയ്തിട്ട് അവിടെ ഒന്ന് സന്ദർശിക്കാൻ പോയി മൊല്ലാക്ക മിസ്റ്റർ മുഹമ്മദ് കുട്ടി കാക്ക, അതായത് മമ്മൂട്ടി കാക്ക അങ്ങോട്ട് പോയി. കാക്കച്ചി അവിടെ ചെന്നപ്പോൾ കാക്കച്ചിയുടെ ഉള്ളിലുള്ള ആ ഒരു വൃത്തികെട്ട സാധനം അങ്ങോട്ട് ഉണർന്ന് എഴുന്നേറ്റു. പോകുന്ന വഴിക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ട്, അത് നമുക്ക് പിന്നെ കേൾക്കാം. ആദ്യം നമുക്ക് അവിടെ ചെന്നിട്ടുള്ള സംഭവ വികാസങ്ങൾ കാണാം. കാണട്ടെ, ഒരു സഹകരിച്ചു കൊടുക്കുക, അതല്ലേ ശരി. ഇനി ഇറങ്ങരുത് കേട്ടോ. വണ്ടി എടുപ്പിച്ചു. ഒന്ന് കാണാൻ വേണ്ടി റഫീഖ് ഇക്ക നിന്നുകൊണ്ട്, അത് റഫീഖ് ഇക്ക ആരെന്നറിയത്തില്ലേ? അവിടുത്തെ ജില്ലാ സെക്രട്ടറിയാണ്. അപ്പോൾ പാർട്ടിയുടെ ഭരണം നടക്കുന്ന ഒരു അവസരത്തിൽ പാർട്ടി തന്നെ മെയിൻ ആയിട്ട് ഇടപെട്ട്, ഇപ്പോൾ എല്ലാവരും പറഞ്ഞ് ഞങ്ങളുടെ പൈസയിൽ ആണല്ലോ, പൊതുസമൂഹത്തിൻ്റെ പൈസ തന്നെ, തർക്കമൊന്നുമില്ല. നമ്മളൊക്കെ കൊടുക്കുന്ന കാശ് തന്നെയാണ്. ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മളൊക്കെ കൊടുത്താൽ മാത്രമേ ഉള്ളൂ, അല്ല മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്നും എടുത്തുകൊണ്ട് വരാനൊക്കത്തില്ല. പാർട്ടി ഫണ്ടിലേക്ക് ഉള്ള പരിപാടിയല്ല. പക്ഷേ അത് കാര്യപ്രസക്തമായി, അതായത് കൃത്യമായി എടുത്ത് വിനിയോഗിക്കാൻ അറിയുന്ന ഒരു കക്ഷി എവിടെ ഉള്ളത് കൊണ്ടല്ലേ അത് കൃത്യമായി ആളുകളിലേക്ക് എത്തുന്നത്. ഇതിനു മുമ്പ് ഇവിടെ സർക്കാരുകൾ ഉണ്ടായിരുന്നു. പല സർക്കാരുകളും ചെയ്തിരുന്ന കാര്യങ്ങൾ എന്താണെന്ന് വിശദമായിട്ട് വേണമെങ്കിൽ ഞാൻ വിശദമായി തന്നെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇനി കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ് സഖാത്തി ഇരുന്നത് ചിലക്കിരുന്ന് പറയണ്ട, അതേ ഞാൻ സഖാത്തി തന്നെയാണ്, എനിക്കതിനകത്ത് അഭിമാനമേ ഉള്ളൂ. ഞാൻ കണ്ടതിൽ വെച്ച് പ്രതിപക്ഷത്തായാലും ഭരണപക്ഷത്തായാലും ഇരുന്നതളം അത് ഞാൻ ഇവിടെ ഇരിപ്പുണ്ട് എന്ന് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ തക്ക പ്രാപ്തിയുള്ള ഒരേ ഒരു പാർട്ടി അത് കമ്മ്യൂണിസ്റ്റുകാരേ ഉള്ളൂ. നിങ്ങൾ ഞങ്ങളെ പിടിച്ച് പ്രതിപക്ഷത്തിരുത്തിയാലും ഞങ്ങൾ സന്തോഷത്തോടെ അവിടെ കുത്തിയിരിക്കും, പണി ഞങ്ങൾ തരും. അതേപോലെ ഭരണപക്ഷത്താണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അന്തസ്സായിട്ട് ചെയ്തു തരികയും ചെയ്യും. ഇവിടെ പെൻഷൻ കൊടുത്തതിൻ്റെ കാര്യം മാത്രം ചിന്തിച്ചാൽ മനസ്സിലാകും എന്തായിരുന്നു പാർട്ടിയെന്ന്. കിറ്റ് കൊടുക്കുന്നതെന്ന് പറയും. കിറ്റ് കൊടുക്കുന്നുണ്ടല്ലോ, അത് കൊടുക്കാനുള്ള മനസ്സുണ്ടല്ലോ. വേണ്ട, അതൊന്നും എൻ്റെ ഒന്നും ആവശ്യമില്ല, അത് നമുക്ക് മുക്കാം ഇസ്കാം എന്നവർ തീരുമാനിച്ചില്ലല്ലോ. അപ്പോൾ അത് നല്ല പാർട്ടി ആണോ അല്ലയോ എന്നുള്ളതിൻ്റെ വ്യക്തതയാണ് ഞാൻ പറഞ്ഞത്. വേണമെങ്കിൽ ചോദിച്ചാൽ അതിന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടി, എനിക്ക് എൻ്റെ പാർട്ടി. ഇതില് ബ്രാൻഡ് അംബാസഡറായി ഈ കാക്കച്ചിയെ വെച്ച യുവന്മാർക്ക് ഇത് കിട്ടണമെന്ന് എനിക്ക് പറയാനുള്ളൂ. നമ്മൾ തക്കാളി പെട്ടിക്കകത്ത് ഒരു തക്കാളി കേടുണ്ടെങ്കിൽ എടുത്ത് ദൂരെ കളയണം, വെച്ചേക്കരുത്. ഇനിയിപ്പോൾ എന്ത് കുന്തമാണെന്ന് പറഞ്ഞാലും അതുപോലൊരു കാര്യം ചെയ്യേണ്ട അവസരമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഈ കാക്കച്ചിയെ തൂക്കിക്കൊണ്ട് നടന്ന നിങ്ങളില്ലേ, ഇങ്ങനെയല്ലായിരുന്നു ബ്രാൻഡ് അംബാസഡർ. ഇപ്പം അണ്ണാക്കി കിട്ടിയില്ലേ, മതിയായില്ലേ? ഇതൊക്കെ പോട്ടെ, ഇപ്പം അതെന്താ ഇങ്ങനെയൊക്കെ പറയണമെന്നല്ലേ? കൺഫ്യൂഷൻ വേണ്ട, അടുത്തത് കണ്ടോളുക. റഫീഖിനെ പറയുന്നത് കേട്ടോളുക. ഒരു കമ്മ്യൂണിറ്റി ഹാള് വരുന്നുണ്ട്, ഒരു ഡിസാസ്റ്റർ മെമ്മോറിയല്. കാക്കച്ചി പറഞ്ഞ കേട്ടില്ലേ? നിങ്ങളൊന്നിനെ ഇപ്പൊ എന്റെ കൂടെ നിൽക്കണേ, നിങ്ങളങ്ങോട്ട് നീങ്ങി നിൽക്കി, ഞാൻ നിങ്ങളോട് വന്നാണെന്ന് വിചാരിക്കുമല്ലേ, നിങ്ങൾക്ക് വേണ്ടി വന്നാണെന്ന് വിചാരിക്കുന്നു. പിന്നെ നാട്ടുകാർക്ക് ഭ്രാന്തല്ലയോ അവർക്ക് വേണ്ടി വന്നു. പിന്നെ ഇയാൾ മാത്രമാണോ? ഇയാളാണോ അവിടെ ടൺഷിപ്പ് ഉണ്ടാക്കി കൊടുത്തത്? ഇയാളുടെ ഒരു ഫോളോ അപ്പിലാണ് അവിടെ അങ്ങനെ ഒരു സംഗതി ഉണ്ടായെന്നാണ് ഇയാളുടെ ഒരു ഗമ. ഇയാൾ കാണിക്കുന്നാണ്ട് അങ്ങനെയാ തോന്നുന്നത്. അയ്യോടാ, അല്ല, കാക്കച്ചിയെ തൂക്കി തലയെ വെച്ചവന്മാർക്ക് ഇതിൻ്റെ അപ്പുറം കിട്ടണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കിട്ടട്ടെ, നല്ലതുപോലെ കിട്ടട്ടെ. പിന്നെ ഒരു കാര്യമുണ്ട്, ഒരു പ്രായം കഴിഞ്ഞാൽ ഈ കിളവന്മാർക്ക് ഇങ്ങനെയാണ്. നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ അയ്യോ എന്തൊരു ചെറുപ്പം, എന്തൊരു ഭംഗി, ഇതൊക്കെ മേക്കപ്പാണെന്ന് നമുക്കല്ലേ അറിയാവൂ. ഒന്നാമത്തെ കാര്യം, പിണറായി വിജയനോളം വയസ്സുണ്ട് അയാൾക്ക്. പിണറായി വിജയനെയും ഇവരെയും വെച്ച് ഒന്ന് ടാലി ചെയ്ത് നോക്കുക, എങ്ങനെയുണ്ട്? സെയിം ഏജാ. ഇത് മൊത്തം പുട്ടിയും ഇട്ട് തലയിൽ വിഗും വെച്ച് വന്നതാണ്. നല്ലൊരു മഴ പെയ്താ തീരും കാക്കച്ചിയുടെ സർവ്വ ഇതും. മേക്കപ്പ് ഇട്ടുകൊണ്ട് കിടക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ അക്ഷരം തെറ്റാതെ നല്ലൊരു നടനെന്ന് വിളിക്കാൻ രജനീകാന്തിനെ വിളിക്കാം. എന്തുകൊണ്ടെന്ന് അറിയാമോ? അദ്ദേഹം സാധാരണ സമയത്ത് സാധാരണ മനുഷ്യനാണ്. സിനിമയിലോട്ട് കയറുമ്പോഴാണ് നായക വേഷം കെട്ടി മേക്കപ്പ് ഇട്ടുകൊണ്ട് ഇറങ്ങുന്നത്. അല്ലെങ്കിൽ അങ്ങനെ സാധാരണ നടക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു ഫോർമേഷൻ ഉണ്ടല്ലോ, അതിൽ കൂടെ മനസ്സിലാക്കാം ഇവറ്റകളുടെ എല്ലാവരുടെയും ഫേസ്. അദ്ദേഹത്തോളം വയസ്സുണ്ട് ഇദ്ദേഹത്തിന്. പിന്നെന്തുവാ, നല്ല പ്രായം ചെന്ന് കഴിഞ്ഞു. അപ്പോൾ തലയ്ക്ക് ഈ സ്ഥിരതയിൽ എന്ത് വേണമെങ്കിലും വിളിച്ചു പറയാന്നുള്ളതാണ്. കൂടെ നിൽക്കുന്നവരെ റെസ്പെക്ട് ചെയ്യാൻ അറിയില്ലെങ്കിൽ വെച്ചിട്ട് പോടോ. ഇയാളാരാ? ഇയാൾക്ക് എവിടെ നീ പണം വന്നു? എങ്ങനെ കിട്ടി? ശരി, നിങ്ങൾ അഭിനയിച്ചു, കിട്ടി, ഒക്കെ സമ്മതിച്ചു. പക്ഷെ ആക്സെപ്റ്റൻസ് പൊതുസമൂഹം തന്നെയല്ലേ. നീ അന്നേ ഈ ദാഷ്ട്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ പട്ടിയെ പോലെ വരട്ടി ഓടിച്ചിട്ടുണ്ടാവും. ഒരിടത്തും അവസരം പോലും കിട്ടിയിട്ടുണ്ടാവത്തില്ല. കഴിവ് കൊണ്ടൊന്നും അല്ലല്ലോ, ആളുകൾ അവസരം തരാൻ പോയിട്ടല്ലേ നിനക്ക് ആ ഓപ്പർച്യൂണിറ്റി തന്നെയല്ലേ കിട്ടിയത്. അത് മാത്രവുമല്ല,
പിണറായി വിജയനാണ് ഇരുന്നിരുന്നെങ്കിൽ ഇയാൾ തൂക്കി തലയെ വെച്ചേന. അവസരവാദി എന്ന് മാത്രമല്ല, ആളും തരവും നോക്കിക്കളിക്കുന്ന നല്ല ഒന്നാം തരം കാക്ക. അതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഞാൻ ഒരു പാർട്ടിപരമായിട്ടുള്ള പാർട്ടിയുടെ വക്താവായി സംസാരിക്കുന്നതെന്ന് വിചാരിക്കരുത്. ഞാൻ പാർട്ടിക്കാരി തന്നെയാണ്, പക്ഷേ പാർട്ടിയുടെ വക്താവൊന്നുമല്ല. പലരും അങ്ങനെയാണ്. പ്രതിപക്ഷത്തിരിക്കുന്നവർക്ക് ഭരണപക്ഷത്ത് അവർ 5 വർഷം ഇവർ ഭരിക്കുമെങ്കിൽ 5 വർഷം അവർ ഭരിക്കും. അപ്പോൾ 5 വർഷം ഇവർ ചെയ്തത് നല്ലത് പറയും, അവർ ചെയ്തത് മോശം പറയും. കേരളം 5 കൊല്ലം അല്ലെങ്കിൽ 10 കൊല്ലത്തിന് മുമ്പുള്ള കേരളവും ഇപ്പോഴത്തെ കേരളവും എടുത്തു നോക്കിയാൽ വ്യത്യാസം നിങ്ങൾക്ക് അവിടെ കാണാം. ഇല്ല എന്ന് തലയിട്ട് ഉരുട്ടിയിട്ടൊന്നും കാര്യമില്ല. വ്യത്യാസം അവിടെ ഉണ്ട്. ബ്രൈബറി നന്നായി കുറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണെന്നറിയാമോ? കുറച്ച് അധികാരം കൂടുതലുണ്ട്. അത് സമ്മതിച്ചു തന്നേ പറ്റുള്ളൂ. പോലീസ് അധികാരികൾ കുറച്ചുകൂടെ എന്താ പറയണേ, കുഴപ്പമാണ്. അതെനിക്ക് ഞാൻ മനസ്സിലാക്കിയ ഒരു ഫീൽഡ് അതാണ്. എന്ന് വെച്ചാൽ എന്നെ പോലീസുകാർ ഇടിച്ചെന്നല്ല പറയണം. കേസുമായി നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ സൈബർ കേസുകൾ അക്സെപ്റ്റ് ചെയ്യാത്തൊരു കാര്യമുണ്ട്. ചിലപ്പോൾ സൈബർ ഇടങ്ങളിൽ സഖാക്കന്മാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഈ സൈബർ ഇടങ്ങളിൽ മോശം പറയുന്ന ഒരു സെക്ഷൻ എടുത്ത് കളഞ്ഞത് മാത്രമേ എനിക്ക് ഈ സർക്കാരിനോടുള്ള ആകെയുള്ളൊരു ദേഷ്യമുള്ളൂ. ബാക്കിയൊക്കെ ഓക്കെയാണ്. ഉരുട്ടിക്കൊലയും പീഡനവും ഒക്കെ നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട്. സർക്കാർ കൊണ്ടുവന്ന ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പം ന്യൂനപക്ഷങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്ന ഈ സർക്കാർ കൊണ്ടുവന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് ചെറിയ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന ഒരു ടേം തന്നെ ഇല്ലാതാക്കി. പോക്സോ വകുപ്പ് പിന്നെ ഏറ്റവും അതിവേഗ കോടതിയിലേക്ക് ഷിഫ്റ്റായി. ഇതൊക്കെ ഈ സർക്കാരിൻ്റെ ഇതാണ്. അതുമാത്രമല്ല, കുഞ്ഞു കുട്ടികൾക്ക് നേരിടുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചൈൽഡ് ലൈൻ്റെ പ്രവർത്തനം ശക്തമാക്കുക മാത്രമല്ല കൗൺസിലിംഗ് ഏർപ്പാടാക്കി. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ സർക്കാരിൽ വന്നതിന് ശേഷം നടന്നിട്ടുണ്ട്. സർക്കാർ ഇരിക്കുന്ന സമയത്ത് തന്നെ ഉണ്ടായിരുന്ന പ്രളയക്കെടുതി, അതിനോടനുബന്ധിച്ച് കൊറോണ, ഇതൊക്കെ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, കേന്ദ്രത്തിന്റെ സപ്പോർട്ട് തീരെ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ തനിച്ച് പൊരുതി നമുക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച വ്യക്തിയാണ്, അല്ലെങ്കിൽ ആ പാർട്ടിയാണ്. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് ചില കൃമികീടങ്ങൾ അതിനകത്തുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ എന്നിരുന്നാലും ബേസിക്കലി ചരിത്രം എടുത്തു വെച്ച് നോക്കിയാലും പാർട്ടി എന്ത് ചെയ്തു എന്ന് ചരിത്രത്തിൽ പോലും ഉണ്ട്. ഈ നാട്ടിലെ എല്ലാ നവോത്ഥാനങ്ങളും കമ്മ്യൂണിസ്റ്റുകാരുടെ കയ്യൊപ്പ് അവിടെ ഉണ്ട്. സ്വാതന്ത്ര്യം നേടിത്തന്നതിന് ശേഷം കോൺഗ്രസ്സുകാർ ഇത് വലിച്ചു വിച്ച് എടുത്തോട്ട് പോകാനും നോക്കുന്നതല്ലാതെ എന്തെങ്കിലും നല്ല രീതിയിൽ ഒരു പുരോഗമന ആശയം കൊണ്ട് അവർ തള്ളിക്കൊണ്ട് വന്നിട്ടുണ്ടോ? ഇല്ല. എവിടെയും കുത്തിക്കഴപ്പും പെണ്ണ് കേസും അല്ല വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഒരാൾക്കൊന്ന് വന്നാൽ ഓക്കെ, നമുക്ക് പറയാം അവ ഒരുത്തം ശരിയല്ല, അവനെ തള്ളി വിടുന്നു. അതേസമയം പെണ്ണ് കേസ് ഏറ്റവും കൂടുതലുള്ളത് ആ ടീം അങ്ങ് കാണും. വ്യത്യസ്തത പറഞ്ഞതേ ഉള്ളൂ. ഞാനിപ്പോൾ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം പറയാൻ വന്നതല്ല. ആസ് എ പേഴ്സൺ നമുക്ക് കുറച്ച് പണം ഉണ്ടായി എന്ന് വെക്കുക, അല്ലെങ്കിൽ നമ്മൾക്കൊരു ഉയർന്ന പദവി ഉണ്ടായി എന്ന് വെക്കുക. പക്ഷേ നമ്മൾ എളിമ സൂക്ഷിച്ചാൽ നമ്മൾ ആരെക്കാളും ഉയർന്നു നിൽക്കൂ എന്നുള്ളതാണ്. അതൊരു ബേസിക് തിയറിയാണ്. മനുഷ്യന് എളിമ ഉണ്ടായിരിക്കണം. നമ്മൾ ഒരാൾക്ക് റെസ്പെക്റ്റ് കൊടുത്താൽ മാത്രമേ റെസ്പെക്റ്റ് തിരിച്ചു കിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ പാർട്ടി അവഹേളിക്കണമെന്നും പറഞ്ഞിട്ട് ആ വ്യക്തിയെ നിങ്ങൾ അവഹേളിച്ച രീതി ഉണ്ടല്ലോ. നീ എക്കടിയാ കെട്ടുപോകുന്ന പറഞ്ഞാൽ അയാളെ പാട് നോക്കി പോയിരുന്നെങ്കിലോ, അയ്യോ ജില്ലാ സെക്രട്ടറി പോയി ഒന്ന് തിരിഞ്ഞു നോക്കാൻ വന്നില്ല എന്നായിരിക്കും അടുത്ത പരാതി. പുള്ളിയുടെ ഭാഗം കൃത്യമായി ചെയ്യും. ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് ഏറ്റവും കൂടുതൽ കിട്ടുക റഫീഖിലായിരിക്കും. നല്ലൊരു തുടക്കമാണ് അദ്ദേഹത്തിന് ഇതിൽ മൂലം കിട്ടുക. എന്തെന്നറിയാമോ? ഇൻസൾട്ടാണ് ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ്. നമ്മളുടെ ഉയർച്ചയ്ക്ക് ആദ്യം കിട്ടുന്നത് നമുക്ക് ഇൻസൾട്ട് ആയിരിക്കണം. ഒരാൾ നമ്മളെ ഇൻസൾട്ട് ചെയ്ത് നമ്മൾ വിചാരിച്ചോളണം നമ്മളടുത്ത് രക്ഷപ്പെടാൻ പോവുകയാണ്. അതാണ് നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ്. റഫീഖിന് ഉയരങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും. ഇയാൾ എഴുന്നേറ്റ് ഇന്ന് തൊഴുന്ന രീതിയിലേക്ക് റഫീഖ് എത്തും എന്നുള്ള കാര്യം തർക്കിക്കേ വേണ്ട. എനിക്ക് ഉറപ്പാണ്. ഇവനെയൊക്കെ പോലുള്ളവരെ പൊതുവേദികളിലേക്ക് വിളിക്കാതിരിക്കുക. പിണറായിയുടെ കൂടെ ഇരുന്ന് ചാപ്പാട് കഴിക്കാൻ അയാൾക്ക് വലിയ ഉത്സാഹമാണ്. പിണറായിയുടെ അടുത്ത് ഈ ബഹളമൊന്നും അയാൾക്ക് കാണിക്കാൻ ഒക്കത്തില്ല. പാർട്ടിയോട് ദേഷ്യമുണ്ടെങ്കിൽ നീ പിണറായിയോട് കാണിക്കണോടോ, അല്ലാണ്ട് ഈ പാവപ്പെട്ടവൻ്റെ അടുത്തല്ല. പിന്നെ പ്രതിപക്ഷത്തേക്ക് തള്ളി വിട്ട് കഴിഞ്ഞാൽ എന്തോ ആവുമെന്ന് കുറേ വാനരന്മാർ അതൊക്കെ എഴുതി അങ്ങ് തകർത്ത് വിടുന്നുണ്ട്. പിന്നീട് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരേ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? 2 പക്ഷത്തും ശോഭ കൊടുക്കും. എങ്ങനെയെന്നറിയാമോ? ഭരിക്കുകയാണെങ്കിൽ അവർ കൃത്യമായി അത് ഭരണം കൃത്യമായി കൈകാര്യം ചെയ്യും. ഇനി പ്രതിപക്ഷത്താണെങ്കിൽ ഇരിക്കുന്നവന്മാരെ കൊണ്ട് കൃത്യമായി അത് ചെയ്യിക്കാനുള്ള മിടുക്കും അവർക്കുണ്ട്. എനിക്ക് എൻ്റെ പാർട്ടി പ്രതിപക്ഷത്തിരിക്കുന്നതിന് ഏറ്റവും ഇഷ്ടം. കാരണം അവർ കൂടുതൽ വിജിലൻ്റ് ആകും, കൂടുതൽ വിസിബിൾ ആകും. എല്ലാ പ്രശ്നങ്ങളിലേക്കും അവർ കൂടുതൽ വരിക തന്നെ ചെയ്യും. അത് അനുഭവസ്ഥർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അനുഭവമില്ലാത്തവരടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. സഖാത്തിയെ തിയറി വിളിക്കാനായിട്ട് വരുന്നവന്മാരാണ്. ഇനി സഖാത്തിയാണെന്നുള്ള കാര്യം ഇവിടെ വേണം. നല്ല തരും. വികട സരസ്വതി എൻ്റെ വായിൽ ഇഷ്ടം പോലെ വഴങ്ങുന്ന ആളാണ്. ഞാൻ നല്ല തരുമെന്നുള്ളതാണ്. ഈ വിഷയത്തിൽ റഫീഖിനൊപ്പം ഒരു വ്യക്തിയെ ഇങ്ങനെ അവഹേളിക്കാൻ കാണിച്ച ഇയാളുടെ ആ മാനസിക വൈകൃതം ഉണ്ടല്ലോ. എടോ വീട്ടിൽ പോയിട്ടോ പന്നക്കളവ വിഗും വെച്ചോണ്ട് നാട്ടിലിറങ്ങി അടക്കാതെ. പണ്ടൊക്കെ നല്ല സിനിമയൊക്കെ അനുഭവിച്ച് പെട്ടിയും കുട്ടിയും മമ്മൂട്ടിയും അതൊക്കെ നടന്ന്. ഇപ്പം ആ ട്രെൻഡൊന്നുമില്ല. മുതുക്കളവ മേക്കപ്പ് ഇട്ടുകൊണ്ട് ഇറങ്ങി വന്നിരിക്കുകയാണ്. എന്തടിസ്ഥാനത്തിലാണെന്ന് അറിയത്തില്ല. എന്തിനാണോ ആ മനുഷ്യനെ അപമാനിച്ചേ? അതിൽ തനിക്ക് എന്തോ കിട്ടിയടോ? പച്ചവാഴേ
തന്നെ എന്തോ പറയണ്ടേ? അല്ലെങ്കിൽ ഈ മുതുക്കന്മാർക്കെല്ലാം ഇനിയും ചാൻസ് കൊടുത്ത് യങ് ജനറേഷനിൽ എത്രയോ പിള്ളേർ വരുന്നുണ്ട്, അവരെയൊക്കെ കൊണ്ടുവന്ന് ഇതുപോലുള്ള പരിപാടി നടത്തിയാൽ കൊള്ളാം. പിന്നെ ഇവന് അവിടെ എന്തോന്ന് കാണാൻ വന്നിരിക്കുന്നത്? നീയാണ് വയനാട്ടിലെ അവർക്കുള്ളവർക്ക് വീട് വെച്ച് കൊടുത്തത്? നീയാണ് അവിടെ കുന്തം ഉണ്ടാക്കിയത്? അല്ലല്ലോ. എത്രയോ മനുഷ്യർ പൈസ കൊടുത്തു. ഇനി വേറൊരു കാര്യം, ഇയാൾ വരുന്ന സമയത്ത് ഒരു ഭേട്ടി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഭേട്ടി ഒന്ന് കേൾക്കാം. മുക്കി മൂളി ഒരു വർത്തമാനം പറയുന്നുണ്ട് ഇക്കാക്കച്ചി, അതൊന്ന് കേട്ടു നോക്കാം. മനുഷ്യനെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഇതാണ് നമുക്ക് പ്രാഥമികമായിട്ട് ആവശ്യമുള്ളത്. ഭക്ഷണം മാത്രം കിട്ടുന്നവരുണ്ട്, ഭക്ഷണവും പാർപ്പിടവും വസ്ത്രവും കിട്ടുന്നവരുണ്ട്, ഇത് മൂന്നും കിട്ടുന്നവരുണ്ട്. പക്ഷെ അപൂർവമായിട്ട് മാത്രമേ ഇങ്ങനെ പാർപ്പിടം, ഒരു ജനത, ഒരു നാട്ടിലെ ജനങ്ങൾ മുഴുവൻ എല്ലാവരും ചേർന്ന് ഇങ്ങനെ നിരാശ്രയരായ ഇങ്ങനൊരു ലാഭത്ത് സംഭവിച്ച ആളുകൾക്ക് വേണ്ടി സംഭാവന ചെയ്തുണ്ടാക്കിയത് ജനങ്ങളുടേതാണ്. അപ്പൊ നമ്മുടെ ജനങ്ങളുടെ മനസ്സാണ് ഈ കാണുന്നത്. കേരളത്തിലെ ജനങ്ങളിൽ പിരിച്ച കാശാണല്ലോ സർക്കാർ കൊടുക്കുന്നത്. ജനങ്ങൾ അല്ല, അത് നമുക്കറിയില്ല. ജനങ്ങൾ നമ്മൾ കൊടുത്തതാണ്, നമ്മുടേതാണ്. കേരളത്തിന്റെ ഒരു എന്താ പറയാ സോഷ്യൽ ക്യാപിറ്റൽ, സാമൂഹ്യ മൂലധനമാണ് ഈ കാണുന്നത്. നമ്മുടെ മറ്റുള്ളവരോടുള്ള അനുതാപവും സഹതാപവും ഉണ്ടെന്നുള്ളത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ ക്യാപിറ്റൽ ഉള്ളത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ പറ്റിയൊന്നും അയാൾക്ക് ഒരു വർത്തമാനവും പറയാനില്ല, മനസ്സിലായില്ലേ? അപ്പോൾ അതിനെ പറ്റിയൊന്നും അയാൾക്ക് വലിയ ധാരണയില്ല. നല്ല രീതിയിൽ പൊള്ളി വന്ന് നിൽക്കുന്നതാണ്. ഏതായാലും റഫീഖിന് എൻ്റെ ഐക്യദാർഢ്യം. നിങ്ങളൊരു നല്ല വ്യക്തി ആയതുകൊണ്ടാണ് നിങ്ങൾ മൈൻഡ് ചെയ്യാതെ അതങ്ങനെ നിന്നത്. പക്ഷെ മുഖത്ത് കാണാം അദ്ദേഹത്തിന്റെ വിഷമം മുഴുക്കൻ. ഇനി ഇതിനെ പറ്റി നമ്മളുടെ റിയാസ് അണ്ണൻ എന്തോ പറയുന്നുണ്ട്. റിയാസ് അണ്ണൻ പറയണോ? കേൾക്കട്ടെ. ആധികാരികമായി പറയുന്നതാണ്, കേട്ടേ പറ്റുള്ളൂ. നിങ്ങൾ കേൾക്കി. ബഹുമാനപ്പെട്ട മമ്മൂട്ടി അവിടെ വന്നത് തീർച്ചയായും അദ്ദേഹം അതിൻ്റെ ഒരു സ്വതന്ത്രമായി അതിൻ്റെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാനും അതൊരു ലക്ഷ്യത്തിലേക്ക് എത്തിയതിൻ്റെയൊക്കെ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായി, ഏതൊരു മലയാളിക്കുള്ള സന്തോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് വന്നത്. അങ്ങനെ എവിടെയെങ്കിലും പോയി ഇടിച്ചു കയറി നിൽക്കുന്ന ഒരു വ്യക്തിയല്ല CPIM-ൻ്റെ ജില്ലാ സെക്രട്ടറിമാർ. നമുക്കറിയാം. ഇത് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ 24/7 ഇതിൻ്റെ ഭാഗമായി പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുത്ത ഒരു സാമൂഹിക പ്രവർത്തനം കൂടിയാണ് അദ്ദേഹം. ആ നിലയിൽ അദ്ദേഹം അവിടെ ഉണ്ടായി. തിരിച്ച് ബഹുമാനപ്പെട്ട മമ്മൂട്ടിയും ഇത്തരം പ്രവർത്തനം നടത്തുന്നവരെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അംഗീകരിക്കുന്നതാണ്. ഇതിപ്പോൾ CPIM മാത്രമല്ല, എല്ലാവരും ചേർന്നിട്ടാണ് സർക്കാരിനോടൊപ്പം നിന്ന് ഇടപെട്ടത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട്. അതിനെയൊക്കെ മോശമായി കാണുന്ന ഒരു വ്യക്തിയല്ല മമ്മൂട്ടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പറയുന്ന CPIM-ൻ്റെ ജില്ലാ സെക്രട്ടറി അന്ന് യുവജന സംഘടനാ നേതാവായി നടത്തിയ പ്രവർത്തനത്തെയും മികവുറ്റതായി കാണുന്ന വ്യക്തിയാണ്. മറ്റു കാര്യങ്ങൾ പിന്നെ എന്താണെന്നുള്ളത് നമുക്കറിയാം. ആ സമയത്തുള്ള കാര്യങ്ങളാണല്ലോ. അത് പിന്നെ ഇതിലൊരു പ്രധാന വിഷയമായിട്ട് എനിക്ക് കൂടുതൽ അറിയാത്തത് കൊണ്ട് ഞാൻ പറയുന്നു. ഇതെന്താ അവസ്ഥയെന്ന് അറിയാമോ? കഴിച്ചിട്ടങ്ങോട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് അങ്ങോട്ട് തുപ്പാനും വയ്യ. അങ്ങനെ ഒരു അവസരത്തിലാണ് ഉള്ളത്. ബ്രാൻഡ് അംബാസഡർ വല്ലതും പറയാനെ കൊണ്ട് പറ്റുമോ? മാത്രമല്ല കാക്കച്ചി പ്രതിനിധീകരിക്കുന്ന ഒരു സമുദായത്തിനെയും കൂടെ അല്ലേ. ഇവനെയൊക്കെ ഉണ്ടല്ലോ, ഞാനൊന്നും പറയുന്നില്ല. നമ്മുടെ ഭാഷയിലാണെങ്കിൽ നല്ല സൂപ്പർ ഡയലോഗാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഞാൻ മിണ്ടായിരിക്കണം എന്തെന്നറിയാം. നീയൊക്കെ കമന്റ് കൊണ്ടിടൂല, അപ്പം തരാം മറുപടി. അപ്പുറത്തുനിന്ന് കൂടെ കിട്ടിയാൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടത്. അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യുന്ന പരിപാടി എനിക്കില്ല. ഈ ഒരു വിഷയത്തിൽ മമ്മൂട്ടിയെ പോലൊരു വൃത്തികെട്ടവൻ ഈ പരിപാടി ചെയ്തതിനോട് ഒരു യോജിപ്പുമില്ല. ഇനി നീ അംബാനിയാണെന്ന് പറഞ്ഞാലും കൂടെ നിൽക്കുന്നവനെ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ഒരു ജനപ്രതിനിധിയെ ഇങ്ങനെ അവഹേളിക്കാൻ നിനക്ക് ആര് പെർമിഷൻ തന്നു? ജനങ്ങളാണ്, ജനങ്ങളുടെ പൈസയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ മനുഷ്യനെ ഇങ്ങനെ അവഹേളിക്കാൻ നിനക്കാര് പെർമിഷൻ തന്നു? ആരാ ജി? ഇടയ്ക്കിടയ്ക്ക് കണ്ണാടിയിൽ നോക്കണം കോയ. ഈ മേക്കപ്പ് ഇടാത്ത മുഖം കൊണ്ട് നീ ഒന്ന് കണ്ണാടി നോക്കണം. വയസ്സും പ്രായം ആകുമ്പോഴത്തേക്ക് കിബില തെറ്റുമെന്ന് പറയുന്ന കണക്ക് ദുൽഖറണ്ണ ഇവന് ഒരു മൂക്ക് കയറിയിട്ട് അവിടെ എങ്ങനെ കുത്തിയിരുത്താൻ നോക്ക്. അനാവശ്യമായിട്ട് വന്നിട്ട് ഇമ്മാതിരി പരിപാടി ഒരു ജനപ്രതിനിധി ഇങ്ങനെ അപമാനിക്കാനൊന്നും ആരും പെർമിഷൻ ഒന്നും കൊടുത്തിട്ടില്ല. കുറച്ചൊക്കെ ആകാം കേട്ടോ. മനുഷ്യനാവണോടോ, മനുഷ്യനാകണം. മനസ്സിലായ? സഹജീവി സ്നേഹം വേണം. ജനങ്ങളുടെ പണം തന്നെയാണ്, തർക്കമൊന്നുമില്ല. ജനങ്ങൾ തന്നെയാണ്, ജനങ്ങളുടെ പ്രതിനിധി തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. ജനകീയനായ മുഖ്യമന്ത്രി തന്നെയാണ് അദ്ദേഹം. ആ നിൽക്കുന്നതും ഒരു ജനപ്രതിനിധിയാണ്. അപ്പോൾ റെസ്പെക്റ്റ് അവിടെയും കൊടുക്കാം. നിന്നെ പോലെ സ്വന്തം കാര്യം മാത്രം നോക്കി ഇത്രയും മ്ലേച്ഛത കാണിക്കുന്ന ഒരു വൃത്തികെട്ടവനല്ല അദ്ദേഹം എന്ന് രത്ന ചുരുക്കം. പാർട്ടിയെ തുടർത്ത് കളിക്കല്ലേ, വെറുതെ ഇരിക്കണേ, ചൊറിയല്ലേ, മാന്തുവേ. അത്രേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കമന്റ് ഇമ്പോർട്ടൻറ്റ്. കമന്റ് തന്നാൽ ഞാൻ ഇതിന്റെ മറുപടി വീണ്ടും ഇടും.
ഇപ്പം ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. ഒരു കാര്യം പറയാം, മമ്മൂക്ക എന്ന വ്യക്തി പണ്ടേ ധാർഷ്ട്യത്തിനും തലക്കനത്തിനും പേര് കേട്ടവനാണ്. അഹങ്കാരം കൊണ്ട് ഒരാളും നന്നായ ചരിത്രമില്ല. പിന്നെ നിനക്ക് ഇനി നന്നാവാനായിട്ട് ഒന്നും ഇല്ലായിരിക്കാം. ഇപ്പോൾ മകനെ പോലീസ് പിടിക്കുന്നു, ടാക്സിന്റെ കാര്യങ്ങൾ വരുന്നു, അപ്പോൾ ഇത്തിരി ഒരു ചാഞ്ചാട്ടം വന്നിട്ടുണ്ടാവുമായിരിക്കും. അല്ലെങ്കിൽ ആ ഫീൽഡിൽ അങ്ങനെ നിൽക്കുമ്പോൾ അതിനിങ്ങനെ ഈ പറയുന്ന പക്ഷത്തിൽ നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അതിന് നിഷ്പക്ഷമെന്നല്ല പറയുക, നിഷ്ക്രിയത്വമെന്നോ അല്ലെങ്കിൽ നികൃഷ്ടതയെന്നോ അങ്ങനെ എന്തെങ്കിലും പേരാണ് ഇടുന്നത്, നിഷ്പക്ഷമൊന്നുമല്ല. പിന്നെ ഇയാളുടെ അടുത്ത് വന്ന് ഇയാളുടെ കൂടെ നിന്നാലും മാത്രം. ഞാനൊക്കെ ദുബായിലുണ്ടായിരുന്ന സമയത്തൊക്കെ ഒത്തിരി പ്രാവശ്യം ഇങ്ങനെയുടെ പ്രോഗ്രാമും ഇതൊക്കെ വന്നിട്ടുണ്ട്. ഇയാളുടെ ധാർഷ്ട്യവും ഇയാളുടെ ഒരു മനോഭാവമൊക്കെ കൊണ്ടിട്ട് അടുത്തേക്ക് പോലും പോകാൻ തോന്നാറില്ല. മനുഷ്യന് എളിമയുണ്ടെങ്കിലേ സക്സസ് ഉണ്ടാവുള്ളൂ. പിന്നെ സക്സസ് ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ആസ് എ ആക്ടർ എന്ന നിലയിൽ പുള്ളി സക്സസ് തന്നെയാണ്. പക്ഷെ ഒരു പേഴ്സൺ എന്ന നിലയിൽ വളരെ പൂർണ്ണ പരാജയമാണെന്ന് ഞാൻ പറയും. കുറച്ചൊക്കെ മനുഷ്യത്വമാകാമടോ. സഹജീവികളോടൊരു മനുഷ്യത്വം വേണം, പരിഗണന വേണം. ഇതെന്ത് വേറെ തരാ കാണിച്ചത്? എനിക്ക് ആ പാവപ്പെട്ടവന്റെ മുഖത്ത് നോക്കുമ്പോൾ സങ്കടം തോന്നുന്നു. റഫീഖിന്റെ മുഖത്തെ കഷ്ടം. അയാൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? അയാളൊരു ജനപ്രതിനിധി ആയത് ഇത്രയും വലിയ കുറ്റമാണോ? പക്ഷെ അപമാനം, പടുതോൽവി എല്ലാമേ വശമാകും. തോൽവിയിன்றி വരലാറ. ദുഃഖം വേണ്ട കുട്ടി, നിങ്ങൾ ഇനിയിട്ട് സക്സസ്സിലേക്ക് നടന്നു നീങ്ങുകയാണ്. കാരണം ഇവനെ പോലുള്ളവർ നിങ്ങളെ അപമാനിച്ചാൽ നിങ്ങൾക്ക് അഭിമാനിക്കും. കാരണം അയാൾക്ക് നോകുന്നുണ്ട്, നിങ്ങളുടെ ഉയർച്ച അയാളെ വേദനിപ്പിക്കുന്നുണ്ട്. ചുമ്മാ എത്തിയും പൊത്തിയും വന്ന് നോക്കി നിന്നിട്ട് കാര്യം കണ്ടുപോകുന്ന കുറേ വൃത്തികെട്ടവന്മാരാണ് ഇത്. അത് സിനിമയിലും അങ്ങനെ തന്നെയാണ്. കൊറിയോഗ്രാഫർ തൊട്ട് റൈറ്റർ, സംവിധായകൻ, ലൈറ്റ് ബോയ് വരെ അവിടെ എഫർട്ട് ഇടും. പക്ഷെ പേരവന്മാരാണ് കൊണ്ടുപോകുന്നത്. അതാണ് ഇവിടെയും സംഭവിച്ചത്. അങ്ങനെ സംഭവിക്കത്തില്ല ഈ ഒരു കാര്യത്തിലെന്ന് അവന് പൂർണ്ണ ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു പ്രയോഗം പ്രയോഗിച്ചത്. റഫീഖ് അല്ല, ഞാനാണ് ഇത് നടത്തിയതെന്നുള്ള ധാർഷ്ട്യത്തിന് അങ്ങോട്ട് തള്ളിക്കയറി വന്നത്. 10 പൈസ കളയോ ഇല്ല. അതെല്ലാം പോട്ടെ, കൊറോണ സമയത്ത് ഇയാൾ കാണിച്ചൊരു വേല ഉണ്ടല്ലോ. ശരി, ആരോ പറഞ്ഞു, ആർക്കോ ഇങ്ങനെ ഒരു കേട്ടുകേൾവിയുണ്ട്, എൻ്റെ വീട്ടിലേക്ക് പോന്നോളൂ എന്നും കൊണ്ടേ പറഞ്ഞു. അല്ല, വെള്ളപ്പൊക്ക സമയത്താണ്, കൊറോണ സമയത്തല്ല, വെള്ളപ്പൊക്ക സമയത്ത് ഇനി പോന്നോളൂ എന്ന് പറഞ്ഞു. ഉടനെ ഒരു പ്രസ്താവനയും കൊണ്ട് ഇറങ്ങിയാണ്, ആരും എൻ്റെ വീട്ടിലേക്കൊന്നും വരണ്ട എന്ന്. പിന്നെ വീട് ഈ പ്രളയത്തിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഡിസാസ്റ്ററിലോ ഒന്നും നഷ്ടപ്പെടാത്ത ഒരു പ്രത്യേകതരം വീടല്ലേ. ദൈവം വിചാരിച്ച ഒരു നിമിഷം മതിയടാ അതിൻ്റെ വീട് തവിടുപൊടിയാവാൻ. നീ ഉണ്ടാക്കിയ സ്വത്തെല്ലാം നഷ്ടപ്പെടാം. 2 നാളിനകം കൊണ്ടൊരുത്തരെ തണ്ടിലേറ്റുന്നതും പവൻ, 5-6 ദിവസം കൊണ്ട് വലിച്ചു താഴെ ഇടുന്നതും പവൻ. അത്ര തന്നെ. അങ്ങനെ ഒരു തീച്ചൂളയിലേക്ക് വന്ന് പെടാതിരിക്കട്ടെ എന്ന് മാത്രം ഞാൻ പറയുന്നു. വളരെ മ്ലേച്ഛം, വളരെ മോശം. മമ്മൂട്ടി ഫാൻസ് എക്സ്ക്യൂസ്. ഇത് പറയാതെ പറ്റത്തില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ചെയ്ത വീഡിയോ. താങ്ക് യു.